ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് കുറയ്ക്കുക. നെഗറ്റീവ് കുറച്ചെങ്കിൽ മാത്രമാണ് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അവരുടെ അടുത്ത് പറയാത്ത മറ്റൊരു കാര്യമുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്കിൽ വരാനായിട്ട് പറ്റത്തുള്ളൂ. അതെന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ LDC 2024 കഴിഞ്ഞപ്പോൾ നമുക്ക് 3 കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് കാണാനായിട്ട് സാധിച്ചത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 75 മുതൽ 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിൽ വളരെ കുറച്ച് നെഗറ്റീവ്സ് മാത്രം വരുത്തിയ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥി. രണ്ടാമത്തെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 50 മുതൽ 55 വരെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വളരെ കുറച്ച് നിലവിൽ മൈനസ് വരുത്തിയ ഉദ്യോഗാർത്ഥികൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫസ്റ്റ് കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് നിലവിൽ സേഫ് സോൺ ആണ്. കാരണം അവർ അറ്റൻഡ് ചെയ്ത, അതായത് നമ്പർ ഓഫ് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏകദേശം 75 മുതൽ 80ഓളം ചോദ്യങ്ങളാണ്. അതിൽ നിന്ന് 2-3 മാർക്ക് അവർക്ക് നെഗറ്റീവ് വന്നാൽ പോലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന 70 മുകളിലേക്ക് അല്ലെങ്കിൽ 75 മുകളിലേക്കുള്ള ഒരു മാർക്കിലാണ് അവർ നിൽക്കുന്നത്. അതായത് പക്ക സേഫ് സോൺ. ആ ലിസ്റ്റ് എന്നാണോ ആ ലിസ്റ്റ് അവസാനിക്കുന്നത് അതിക്ക് മുന്നേ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ജോലിക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അതായത് 50 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ. ഈ 50 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അതിൻ്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് 50 മാർക്ക് വാങ്ങിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന എക്സാമിൽ 50 മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് നിലവിൽ ഈ പറയുന്ന 50 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അവർ വളരെ കുറച്ച് നെഗറ്റീവ്സ് മാത്രമാണ് വരുത്തിയിട്ടുള്ളൂ. 2-3-4 നെഗറ്റീവ്സ് മാത്രം. പക്ഷെ അവർക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന 50ഉം 51ഉം 52ഉമാണ്. അങ്ങനെ നിങ്ങൾ നെഗറ്റീവിനെ പേടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്തു? വളരെ കുറച്ച് മാത്രം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ ആകെ നിങ്ങൾക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്സ് ഞാൻ വളരെ കുറച്ചാണ് ഇതിൻ്റെ അകത്ത് വരുത്തിയുള്ളൂ. പക്ഷെ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുവോ? ഒരു കാരണവശാലും അതിൻ്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. മക്കളെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ പറയുന്ന 50 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ അവര് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ LDC 2025 ഓഗസ്റ്റ് ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടേനെ. ചിലപ്പോൾ എന്ത് ചെയ്തേനെ? ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലിയും ലഭിച്ചേനെ. പക്ഷേ നെഗറ്റീവിനെ പേടിച്ച് എന്ത് ചെയ്തില്ല? ഈ പറയുന്ന നിലവിൽ അവര് 50, 55, 60 മാർക്കൊക്കെ മാത്രം എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ്റെ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ അകത്ത് കുറച്ച് നെഗറ്റീവും വരുത്തി ഈ പറയുന്ന 50, 51, 52, 53, 54 ആയിട്ട് നിന്നുപോയി. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ കാറ്റഗറിയാണ്. അതായത് കുറച്ച് ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, സാറേ ഞാൻ 50 മാർക്കാണ് നിലവിൽ എന്ത് ചെയ്തത്, നിലവിൽ എനിക്ക് കിട്ടിയത്. ഒരു 50, 52 മാർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നപ്പോൾ എനിക്കറിയാവുന്ന ഏകദേശം 30ഓളം ചോദ്യങ്ങൾ കൂടി, അതായത് 2 ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ആ 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും 2 ഓപ്ഷൻ മാത്രം കൺഫ്യൂഷനിൽ നിന്ന ആ ചോദ്യങ്ങൾ കൂടി അവരെന്ത് ചെയ്തു? അറ്റൻഡ് ചെയ്തു. അവർക്ക് ഈ പറയുന്ന 30 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ നിന്ന് മൈനസും വന്ന് 10, 15, 16ഓളം മാർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഒരു ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റി. ഏകദേശം 65, 66, 67 മാർക്കിലേക്ക് അവർക്ക് എത്താനായിട്ടും സാധിച്ചു. ഓക്കെ, അതായത് ഈ മൂന്നാമത്തെ കാറ്റഗറി. കാരണം അവരെന്തായാലും 50 മാർക്ക് അവർക്ക് ലഭിച്ചു. ഈ 50 മാർക്ക് കൊണ്ട് അവർ സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും വരത്തില്ല. പക്ഷെ നെഗറ്റീവ് വളരെ കുറച്ച് തന്നെയാണ് അവിടെ വരുത്തിയുള്ളൂ. പക്ഷെ അവരെന്ത് ചെയ്തു? മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറായി. അതായത് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരത്തില്ല. ഇനി റാങ്ക് ലിസ്റ്റിൽ വരാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന 30ഓളം ചോദ്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. അത് ശരിയാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ കാരണം നിങ്ങൾ 50 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് പകുതിയേക്കാൾ കൂടുതൽ പഠിച്ചെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു
എന്താണ് ഒരു 75% എങ്കിലും പഠിച്ച ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ ഈ പറയുന്ന എക്സാമിൽ 50 മാർക്ക് സ്കോർ ചെയ്തത്. അപ്പോൾ ഈ 50 മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടതായിരിക്കും, വായിച്ചതായിരിക്കും, അല്ലെങ്കിൽ കണ്ടതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? ഈ പറയുന്ന റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് വരെ എൻ്റെ അടുത്ത് എന്താണ് നിലവിൽ വിളിച്ചു പറഞ്ഞു, സാറേ എങ്ങാനും, അതായത് നിലവിൽ എനിക്ക് അറിയായിരുന്നു ആ ചോദ്യങ്ങളുടെ ഉത്തരം അതായിരുന്നു എന്നുള്ളത്. വീട്ടിൽ വന്നപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ശരിയായിരുന്നു, പക്ഷേ ആ ഒരു മൊമെന്റിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? അവസാനത്തെ ചാൻസ് പോലുമായിരുന്നു, എന്നിട്ടും ഈ പറയുന്ന 50-55 മാർക്കാണ് വന്നിരുന്നു. അതായത് ഏറ്റവും കുറച്ച് നെഗറ്റീവ്. കാരണം എപ്പോഴും എല്ലാവരും പറയുന്നതാണ് നെഗറ്റീവ് വയ്ക്കരുത്, നെഗറ്റീവ് വരരുത്, നെഗറ്റീവ് വരാതെ തന്നെ എന്ത് ചെയ്യണം, എല്ലാം നിങ്ങൾ ചെയ്യണമെന്നുള്ളത്. മക്കളെ, അപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം, കാരണം നെഗറ്റീവ് വരരുത്, അത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ 100% എന്താണ് അതിനോട് യോജിക്കുകയാണ്. പക്ഷേ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന 50 മാർക്ക് അല്ലെങ്കിൽ 55-60 മാർക്ക് കൊണ്ട് എന്താണ് ഈ പറയുന്ന 55-60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ്സും കഴിഞ്ഞ് ഏകദേശം 50 മാർക്ക് കൊണ്ട് നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ ഒന്നിലും പെടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിലും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമുക്കറിയാവുന്ന ഈ 2 ഓപ്ഷനിൽ നിന്ന് നമ്മൾ വിചാരിച്ചത് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറുള്ളവരാണെങ്കിൽ, ഞാനിത് ഒരിക്കലും നിങ്ങളോടിത് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. കാരണം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നേട്ടമായിരിക്കാം, ചിലപ്പോൾ കോട്ടമായിരിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറയുന്ന 2 ഓപ്ഷനിലുള്ളത് കൂടി ഒരു 30 എണ്ണം കൂടി നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം അവിടെയും നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ്സ് അടിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 65 മാർക്കിന് മുകളിലേക്ക് വരും, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും, നിങ്ങൾ സേഫ് ആവുന്നു, നിങ്ങൾക്ക് ഈ പറയുന്ന ജോലിയും ലഭിക്കുന്നു. അപ്പോൾ അതാണോ നല്ലത്? എന്താണ് വളരെ നെഗറ്റീവ് മാത്രം കുറച്ച് ഞാൻ എന്താണ് ഈ എക്സാമിൽ വളരെ കുറച്ചാണ് നെഗറ്റീവ് വരുത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് കാറ്റഗറിപ്പെട്ട ആളുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവരെപ്പോഴും സേഫ് സോണാണ്. കാരണം 75 എണ്ണം ഉൾപ്പെടെ എന്താണ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് അതിന് പിന്നെ എന്താണ് ബാക്കിയുള്ള നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നെഗറ്റീവ്സ് വന്നാലും നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു റാങ്കിൽ വരും. രണ്ടാമത്തെ കാറ്റഗറിക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, 50 മാർക്കിൽ നിങ്ങൾ, അതായത് ഈ പറയുന്ന നെഗറ്റീവ്സ് മാത്രം കുറച്ച് നിങ്ങൾ ഈ പറയുന്ന 50-52 മാർക്കിൽ നിൽക്കണോ? അത് ഈ പറയുന്ന മൂന്നാമത്തെ കാറ്റഗറിപ്പെട്ട ആളുകൾ ചെയ്ത പോലെ തന്നെ ബാക്കി വരുന്ന നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ചോദ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാം ശരിയാക്കിയ ആ ചോദ്യങ്ങൾ അന്നേരം ആ മൊമെന്റിൽ ബബിൾ ചെയ്യണയാണോ നല്ലതെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇത് എന്താണ് റിസ്ക് എടുക്കുന്നവർക്കുള്ളതാണ്. റിസ്ക്കും അതേപോലെ തന്നെ ഹാർഡ് വർക്കും ക്ഷമയും ഇതെല്ലാം ഒത്തുചേർന്നവർക്കുള്ളതാണ് PSC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടി നോക്കുക, എന്നിട്ട് നെഗറ്റീവ് കുറച്ചു എന്ന് പറയുന്നതിലാണ് കാര്യം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് സെക്രട്ടറി ടെസ്റ്റിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ 3 ദിവസമാണ് ക്ലാസ് വരുന്നത്. അതിന്റെ PDF നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫുൾ ഫ്രീ ആയിട്ട് നടത്തുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ ഏകദേശം 15 ദിവസത്തെ ക്ലാസ്സുകളാണ് ആയിട്ടുള്ളൂ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ PDF നോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഒന്ന് പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.